ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ NMMS ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സെൽ ക്ലസ്റ്റേഴ്സ് അഥവാ കോശജാലങ്ങൾ ആണ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മുടെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ചിന്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഓൾ ഓർഗൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്, ബട്ട് ഹൗ ഡിഫറൻ്റ് ആർ ദ ഐസ്, നോസ് ആൻഡ് ടങ്. ശരീരഭാഗങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. എന്നാൽ കണ്ണും മൂക്കും നാക്കുമെല്ലാം എത്ര വ്യത്യസ്തമാണ്. എങ്ങനെയാണ് നമ്മുടെ കണ്ണും നാക്കും മൂക്കുമെല്ലാം വ്യത്യസ്തമായത്? അതിൻ്റെ രൂപവും അതിൻ്റെ ഘടനയുമൊക്കെ വ്യത്യസ്തമായത് എങ്ങനെയാണ്? അതെല്ലാം തന്നെ സെല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണല്ലോ. അതിനെക്കുറിച്ചാണ്, ആ കാര്യത്തെക്കുറിച്ചാണ് ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ആലോചിക്കുന്നത്. നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണെന്നറിയാമല്ലോ. കോടിക്കണക്കിന് സെല്ലുകൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും പല രൂപത്തിലും പല ഘടനയിലുമാകാൻ കാരണം ഈ സെല്ലുകളെല്ലാം ഒരേ തരമല്ല എന്നതുകൊണ്ടാണ്. ഏതാണ്ട് 200 തരം സെല്ലുകൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. നെർവ് സെൽ, മസിൽ സെൽ, ബ്ലഡ് സെൽ, ബോൺ സെൽ, അങ്ങനെ തുടങ്ങി 200-ലേറെ തരം സെല്ലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. എന്ന് മാത്രമല്ല, ഈ സെല്ലുകളെല്ലാം ഒറ്റക്കൊറ്റക്കല്ല പ്രവർത്തിക്കുന്നത്. അവയൊക്കെ ചില ക്ലസ്റ്ററുകളായി, ചില ഗ്രൂപ്പുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത്തരം ക്ലസ്റ്ററുകളെ ടിഷ്യൂകൾ എന്നാണ് വിളിക്കുന്നത്. മലയാളത്തിൽ കലകൾ എന്ന് പറയും. Tissues are groups of similar cells that have a common origin and perform specific functions. ഒരേ ഒറിജിനുള്ളവ, അതായത് ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ, പ്രത്യേക ഫങ്ഷൻ നിർവഹിക്കുന്നതുമായ ഒരേ തരത്തിൽപ്പെട്ട കോശങ്ങളുടെ ഗ്രൂപ്പിനെയാണ് കലകൾ അഥവാ ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെയൊക്കെ തുടക്കം ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ്, ഒരൊറ്റ കോശത്തിൽ നിന്നാണ് നമ്മൾ എന്ന ഈ വലിയ മനുഷ്യനുണ്ടായിട്ടുള്ളത്. മാതാവിൻ്റെ ഗർഭാശയത്തിൽ നമ്മൾ ആദ്യം ഒരു സിംഗിൾ സെല്ലായിരുന്നു. അതിൻ്റെ പേരെന്താണ്? സൈഗോട്ട് എന്നാണ്. സൈഗോട്ട്, മലയാളത്തിൽ അതിനെ സിക്താണ്ഡം എന്നാണ് പറയുക. സിക്താണ്ഡം. പിന്നെ സൈഗോട്ടിന് എന്ത് സംഭവിച്ചു? സൈഗോട്ട് ഒരു സിംഗിൾ സെല്ലാണ്. അത് കണ്ടിന്യൂസ് ഡിവിഷന് വിധേയമായി, അഥവാ അത് തുടർച്ചയായിട്ട് വിഭജിച്ചു. അങ്ങനെ വിഭജിച്ച് അതൊരു ഫീറ്റസ് ആയി മാറി. ഫീറ്റസ് ആയപ്പോൾ അതിൽ, അഥവാ ഫീറ്റസ് എന്നതിന് മലയാളം ഭ്രൂണം എന്നാണ്. ആ ഭ്രൂണമായി മാറിയപ്പോൾ അത് കുറേ കോശങ്ങളായി മാറിയിട്ടുണ്ട്. ഈ സെല്ലുകൾ, ഈ കോശങ്ങൾ എല്ലാം ഒരേ ഷേപ്പാണോ? അല്ല. ഡിഫറൻറ്റ് ഷേപ്പ്, ഡിഫറൻറ്റ് സൈസ്, ഡിഫറൻറ്റ് കണ്ടൻറ്റ് ഉള്ള ഒരു ഫീറ്റസ് ആയിട്ട് സൈഗോട്ട് മാറുന്നു. പിന്നീട് ഈ ഫീറ്റസിന് എന്ത് സംഭവിക്കുന്നു? ആ ഫീറ്റസ് വീണ്ടും കണ്ടിന്യൂസ് ഡിവിഷന് വിധേയമാവുകയാണ്, അതിലെ സെല്ലുകൾ. എന്നിട്ട് അതിൽ ചിലത് നമ്മുടെ കണ്ണായി മാറുന്നു, ചിലത് നമ്മുടെ നാക്കായി മാറുന്നു, ചിലത് എല്ലുകളായി മാറുന്നു, ചിലത് രക്തമായി മാറുന്നു, ചിലത് മസിലുകളായി മാറുന്നു. അങ്ങനെ ഫീറ്റൽ സെൽസ് ഗ്രാജ്വലി അറ്റെയിൻ ചേഞ്ച് ഇൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. ഭ്രൂണകോശങ്ങൾ ക്രമാനുഗതമായിട്ട് ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്നു. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് സെൽ ഡിഫറൻസിയേഷൻ. ഈ പ്രക്രിയയെ, ഈ പ്രോസസ്സിനെ സെൽ ഡിഫറൻസിയേഷൻ എന്നാണ് പറയുക. മലയാളത്തിൽ അതിനെ കോശവൈവിധ്യവൽക്കരണം എന്നാണ് പറയുക. ഡിഫറൻസിയേഷൻ, കോശവൈവിധ്യവൽക്കരണം. ആ കോശവൈവിധ്യവൽക്കരണത്തിലൂടെ, അഥവാ സെൽ ഡിഫറൻസിയേഷനിലൂടെയാണ് നമ്മൾ ഇന്ന് ഒരു പരിപൂർണ്ണ മനുഷ്യനായിട്ടുള്ളത്, അല്ലേ? ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു പരിപൂർണ്ണ മനുഷ്യനാവുന്നത് അങ്ങനെ സെൽ ഡിഫറൻസിയേഷനിലൂടെയാണ്. അതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ സൈഗോട്ടാണ്. സൈഗോട്ട് അതിൽ ഡിഫറൻസിയേഷൻ സംഭവിക്കാത്ത ഒരു സിംഗിൾ സെല്ലാണത്. അൺഡിഫറൻഷിയേറ്റഡ് സെൽ, വൈവിധ്യവൽക്കരിക്കപ്പെടാത്ത ഒരു കോശം. അതിന് പിന്നീട് ഡിവിഷൻസ് സംഭവിക്കുന്നു. എന്നിട്ട് അതൊരു ഫീറ്റസായി മാറുന്നു. ഫീറ്റസിലെ സെല്ലുകൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റഡ് സെല്ലുകളാണ്. അതായത് ഭാഗികമായി മാത്രം വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങളാണ്. അതിന് വീണ്ടും ഇനി ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. കുറച്ച് മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ.
പിന്നീട് അതിന് കുറേ മാറ്റങ്ങൾ സംഭവിച്ച് നെർവ് സെല്ലുകളായി മാറുന്നു, ബോൺ സെല്ലുകളാവുന്നു, ബ്ലഡ് സെല്ലുകളാവുന്നു, മസിൽ സെല്ലുകളുമാവുന്നു. ഇവയൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറൻഷിയേറ്റഡ് സെല്ലുകളാണ്, പൂർണ്ണമായും വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങളാണ്. അപ്പോൾ ഇക്കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സൈഗോട്ട് ഒരു അൺഡിഫറൻഷിയേറ്റഡ് സെല്ലാണ്. ഫീറ്റൽ സെല്ലുകൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റഡ് സെല്ലുകളാണ്. നെർവ് സെൽ, ബോൺ സെൽ, ബ്ലഡ് സെൽ, മസിൽ സെൽ തുടങ്ങിയവയൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറൻഷിയേറ്റഡ് സെല്ലുകളാണ്. 2022 ചോദ്യം, ബ്ലഡ് സെൽ ഈസ് എ, രക്തകോശം അഥവാ ബ്ലഡ് സെൽ എന്നത് ഇൻകംപ്ലീറ്റ്ലി ഡിഫറൻഷിയേറ്റഡ് സെൽ, ബി പാർഷ്യലി ഡിഫറൻഷിയേറ്റഡ് സെൽ, സി അൺഡിഫറൻഷിയേറ്റഡ് സെൽ, ഡി കംപ്ലീറ്റ്ലി ഡിഫറൻഷിയേറ്റഡ് സെൽ. ഏതാണ് ഉത്തരം? കംപ്ലീറ്റ്ലി ഡിഫറൻഷിയേറ്റഡ് സെൽ. അപ്പോൾ ഇത് 2022 ഇങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സ്റ്റെം സെൽസ്. സ്റ്റെം സെൽസിന് മലയാളത്തിൽ വിത്തുകോശങ്ങൾ അല്ലെങ്കിൽ മൂലകോശങ്ങൾ എന്നാണ് പറയാം. എന്താണ് സ്റ്റെം സെൽസ്? അവ ഒരു പ്രത്യേക തരം സെല്ലുകളാണ്. സ്റ്റെം സെൽസ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ദാറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഇൻ ടു എനി കൈൻഡ് ഓഫ് സെൽസ്. ഏത് തരം സെല്ലുകളായിട്ടും മാറാൻ കഴിവുള്ള പ്രത്യേക സെല്ലുകളാണ് സ്റ്റെം സെൽസ്. അവക്ക് ഏത് തരം സെല്ലുകളായിട്ടും മാറാൻ കഴിയും. അവക്ക് വേണമെങ്കിൽ ബ്ലഡ് സെല്ലുകളാവാം, അല്ലെങ്കിൽ ബോൺ സെല്ലുകളായി മാറാം, അല്ലെങ്കിൽ നെർവ് സെല്ലുകളായിട്ട് മാറാം. അങ്ങനെ ഏത് തരം സെല്ലുകളായിട്ട് മാറാൻ കഴിവുള്ള പ്രത്യേക സെല്ലുകളാണ് സ്റ്റെം സെൽസ്. എന്നാൽ അവ മറ്റൊരു തരം സെല്ലായി മാറണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവയ്ക്ക് വേണമെങ്കിൽ സ്റ്റെം സെല്ലുകളായി തന്നെ തുടരാൻ കഴിയും, അല്ലെങ്കിൽ മറ്റു തരം സെല്ലുകളായിട്ട് മാറാനും കഴിയും. ഇപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്തുള്ള ഒരു ടിഷ്യൂവിലുള്ള കുറേ സെല്ലുകൾ നശിച്ചുപോയി എന്ന് സങ്കല്പിക്കുക. ഉടനെ അവിടെ മറ്റ് അതേ തരം സെല്ലുകൾ ഉണ്ടാവണം. ആ സെല്ലുകൾ ഉണ്ടാവുന്നത് അവിടെയുള്ള സ്റ്റെം സെല്ലുകളിൽ നിന്നാണ്. നമ്മുടെ ശരീരത്തിലെ ബോൺ മാരോ, സ്കിന്ന്, ഡൈജസ്റ്റീവ് ട്രാക്റ്റ്, ബോൺ മാരോ എന്നാൽ മജ്ജ, അതുപോലെ സ്കിന്ന്, ത്വക്ക്, ഡൈജസ്റ്റീവ് ട്രാക്റ്റ് അഥവാ അന്നപഥം, ഇവിടെയൊക്കെ നിരവധി സ്റ്റെം സെല്ലുകളെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് സ്റ്റെം സെല്ലുകളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്, ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. ആ റിസർച്ചുകളിലൊക്കെ ഫലമായിട്ട് നമുക്കിന്ന് ലബോറട്ടറിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സെല്ലുകൾ സ്റ്റെം സെല്ലുകളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ബ്ലഡ് വെസൽസ് ഡെവലപ്ഡ് ഫ്രം ദ സ്റ്റെം സെൽസ് ഇൻ ബ്ലഡ്. ഇവിടെ അതിൻ്റെ ചിത്രങ്ങളൊക്കെ കണ്ടില്ലേ നിങ്ങൾ. ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സെല്ലുകളായിട്ട് സ്റ്റെം സെല്ലുകളെ മാറ്റാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ലബോറട്ടറികളിലുണ്ട്. ആ വിധത്തിലുള്ള നേട്ടം, വളർച്ച, അത്ര ഡെവലപ്മെൻറ്റ് ശാസ്ത്രം കൈവരിച്ചിരിക്കുന്നു. ഭാവിയിൽ ഈ റിസർച്ചുകൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് നമുക്ക് ബ്ലഡ് ക്യാൻസർ, ഡയബറ്റീസ്, പാർക്കിൻസൺസ് ഡിസീസ് തുടങ്ങിയവയൊക്കെ ചികിത്സിച്ചു മാറ്റാൻ കഴിയും എന്ന് തന്നെയാണ് സയൻറ്റിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. 2020 ഒരു ചോദ്യം, ഡാഷ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ദാറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഇൻ ടു എനി കൈൻഡ് ഓഫ് സെൽസ്? ബ്ലഡ് സെൽസ്, എപ്പിത്തീലിയൽ സെൽസ്, സ്റ്റെം സെൽസ്, നെർവസ് സെൽസ്. ഏതാ ഉത്തരം? സ്റ്റെം സെൽസ്. സ്റ്റെം സെൽസ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ദാറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഇൻ ടു എനി കൈൻഡ് ഓഫ് സെൽസ്. ഇനി നമുക്ക് ആനിമൽ ടിഷ്യൂസിനെ കുറിച്ച് പറയാം. ജന്തുക്കലകൾ, അതായത് മനുഷ്യനടക്കമുള്ള ജന്തുക്കളുടെ ശരീരത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ടിഷ്യൂകളാണ് ഉള്ളത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. അതിലൊരു തരം ടിഷ്യൂ ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ, മലയാളത്തിൽ അതിന് ആവരണകല എന്ന് പറയും. ആ പേര് പോലെ തന്നെ നമ്മുടെ ശരീരത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന ടിഷ്യൂ ആണത്. കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ബോഡി. നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു എപ്പിത്തീലിയൽ ടിഷ്യൂ. ലൈൻസ് ദ ഇന്നർ വാൾ ഓഫ് ദി ഡൈജസ്റ്റീവ് ട്രാക്റ്റ്. ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ അഥവാ അന്നപഥത്തിൻ്റെ ഇന്നർ വാളിനെ അത് ആവരണം ചെയ്യുന്നു. അന്നപഥത്തിൻ്റെ ഉൾഭിത്തിയെ അത് ആവരണം ചെയ്യുന്നു. പെർഫോംസ് ഫങ്ഷൻസ് സച്ച് ആസ് പ്രൊട്ടക്ഷൻ, അബ്സോർപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് സെക്രഷൻസ്. പ്രൊട്ടക്ഷൻ സംരക്ഷണം, അബ്സോർപ്ഷൻ ആഗിരണം, പ്രൊഡക്ഷൻ ഓഫ് സെക്രഷൻസ് സ്രവങ്ങളുടെ ഉൽപ്പാദനം, ഈ തരത്തിലൊക്കെയുള്ള ഫങ്ഷൻസാണ് അത് ചെയ്യുന്നത്. ഇതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഫങ്ഷൻസ്. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ ഫങ്ഷൻസും ഒക്കെ ഇതാണ്. നെർവസ് ടിഷ്യൂ,
അതിന് മലയാളത്തിൽ നാഡീകല എന്ന് പറയും, നെർവസ് ടിഷ്യൂ. ഇതെന്താ ചെയ്യുന്നത്? കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്. ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് അഥവാ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യാം. കൺട്രോൾസ് നിയന്ത്രിക്കുന്നു, കോർഡിനേറ്റ്സ് അത് ഏകോപിപ്പിക്കുന്നു, ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ. പിന്നെയോ എനാബിൾസ് ടു റെസ്പോണ്ട് ഐഡൻറ്റിഫൈങ് ദ ചേഞ്ചസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ബോഡി. നമ്മുടെ ശരീരത്തിനകത്തും പുറത്തുമുണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ, റെസ്പോണ്ട് ചെയ്യാൻ നമ്മെ സഹായിക്കുന്നു. എനാബിൾസ് ടു റെസ്പോണ്ട് ഐഡൻറ്റിഫൈങ് ദ ചേഞ്ചസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ബോഡി. 2019 വന്ന ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ എബൌട്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ? ചുവടെ തന്നിരിക്കുന്നവയിൽ ആവരണകലയെക്കുറിച്ച് ശരിയല്ലാത്തത് ഏതാണ്? 1. കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. അത് ശരിയാണോ? അത് എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ പണിയാണോ? അല്ല, അത് നെർവസ് ടിഷ്യൂ ചെയ്യുന്നതാണ്. നെർവസ് ടിഷ്യൂ അഥവാ നാഡീകലയാണ് അത് ചെയ്യുന്നത്. ബാക്കിയുള്ളതൊക്കെ എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെതാണോ എന്ന് നോക്കാം. പ്രൊഡ്യൂസസ് സെക്രഷൻസ്, സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ശരിയാണ്, എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് അത് ചെയ്യുന്നത്. ലൈൻസ് ദ ഇന്നർ വാൾ ഓഫ് ദി ഡൈജസ്റ്റീവ് ട്രാക്ട്. അന്നപഥത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു. ശരിയാണ്. കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ബോഡി. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. അതും ശരിയാണല്ലേ. ഇത് മൂന്നും എപ്പിത്തീലിയൽ ടിഷ്യൂ ചെയ്യുന്നതാണ്. എന്നാൽ കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് എന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂ ചെയ്യുന്നതല്ല, നെർവസ് ടിഷ്യൂ ചെയ്യുന്നതാണ്. 2017 ചോദ്യം, ദ ഇന്നർ ലൈനിങ് ഓഫ് ദി മൗത്ത്, നോസ്, ലങ്സ് ആൻഡ് സ്റ്റൊമക് ആർ മെയ്ഡ് അപ്പ് ഓഫ്. വായ്, മൂക്ക്, ശ്വാസകോശം, ഉദരം എന്നിവയുടെ ഉൾഭിത്തി ഉണ്ടാക്കിയിരിക്കുന്നത് കണക്റ്റീവ് ടിഷ്യൂ അഥവാ സംയോജക കല, എപ്പിത്തീലിയൽ ടിഷ്യൂ അഥവാ എപ്പിത്തീലിയൽ കല, മസ്കുലാർ ടിഷ്യൂ അഥവാ പേശീകല, നെർവസ് ടിഷ്യൂ അഥവാ നാഡീകല. ഏതാ ഉത്തരം? എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ ഇന്നർ വാള് പൊതിഞ്ഞിരിക്കുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂ കൊണ്ടാണ് എന്ന്. അവിടെ മാത്രമല്ല, നമ്മുടെ മൗത്ത്, നോസ്, ലങ്സ്, സ്റ്റൊമക്ക് ഇവയുടെയൊക്കെ ഇന്നർ ലൈനിങ്സ്, ഇവയുടെയൊക്കെ ഉൾഭിത്തി ഉണ്ടാക്കിയിരിക്കുന്നതും എപ്പിത്തീലിയൽ ടിഷ്യൂ കൊണ്ട് തന്നെയാണ്. 2014 ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഗിവൺ ടിഷ്യൂസ് ഹെൽപ്പ് ദ അനിമൽസ് ടു ഐഡൻറ്റിഫൈ ദ ചേഞ്ചസ് ഹാപ്പനിങ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ബോഡി? താഴെ തന്നിരിക്കുന്നവയിൽ ഏതു കലയാണ് ജന്തു ശരീരത്തിനകത്തും പുറത്തും സംഭവിക്കുന്ന വ്യതിയാനങ്ങളെ തിരിച്ചറിയുന്നതിന് സഹായിക്കുന്നത്? മസ്കുലാർ ടിഷ്യൂ പേശീകല, എപ്പിത്തീലിയൽ ടിഷ്യൂ ആവരണകല, കണക്റ്റീവ് ടിഷ്യൂ യോജകകല, നെർവസ് ടിഷ്യൂ നാഡീകല. ഏതാണ് ഉത്തരം? നെർവസ് ടിഷ്യൂ അഥവാ നാഡീകല. മൂന്നാമത്തെ ടിഷ്യൂ ആണ് മസ്കുലാർ ടിഷ്യൂ. മസ്കുലാർ ടിഷ്യൂ, മലയാളത്തിൽ അതിന് പേശീകല എന്ന് പറയും. കൺസിസ്റ്റ് ഓഫ് സെൽസ് ദാറ്റ് ക്യാൻ കോൺട്രാക്ട് ആൻഡ് റീഗെയിൻ ദ ഒറിജിനൽ സ്റ്റേറ്റ്. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള സെല്ലുകളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതായത് ചുരുങ്ങാനും പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങാനും കഴിവുള്ള സെല്ലുകളാണ് മസ്കുലാർ ടിഷ്യൂവിലുള്ളത്. എനാബിൾസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ബോഡി. ശരീരചലനം സാധ്യമാക്കുന്നു ഈ മസ്കുലാർ ടിഷ്യൂകൾ. നമുക്ക് ചലിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ മസ്കുലാർ ടിഷ്യൂ അഥവാ പേശീകല ഉള്ളതുകൊണ്ടാണ്. ഇനി കണക്റ്റീവ് ടിഷ്യൂ, കണക്ഷൻ അഥവാ അതിൽ നിന്നുണ്ടായതാണ് കണക്റ്റീവ് ടിഷ്യൂ. മലയാളത്തിൽ യോജകകല എന്ന് പറയും. യോജിപ്പിക്കുന്ന കല അല്ലെ, യോജകകല. ഐദർ കണക്ട്സ് ഡിഫറൻറ്റ് ടിഷ്യൂസ് ഓർ ആക്ട്സ് ആസ് എ സപ്പോർട്ട് ടു ദം. രണ്ട് കാര്യമാണ് ഇവ ചെയ്യുന്നത്. ഒന്നുകിൽ അവ കണക്ട്സ് ഡിഫറൻറ്റ് ടിഷ്യൂസ്, മറ്റ് ടിഷ്യൂകളെ പരസ്പരം കണക്റ്റ് ചെയ്യാൻ സഹായിക്കും. ആക്ട് ആസ് എ സപ്പോർട്ട് ദം, അല്ലെങ്കിൽ അവക്കൊരു താങ്ങായിട്ട് വർത്തിക്കും, ഒരു സപ്പോർട്ടായിട്ട് വർത്തിക്കും. ഏതൊക്കെയാണ് ഈ കണക്റ്റീവ് ടിഷ്യൂകൾ? ബോൺ, കാർട്ടിലേജ്, ഫൈബ്രസ് ടിഷ്യൂ, ബ്ലഡ്, ഇവയൊക്കെ പലതരത്തിലുള്ള കണക്റ്റീവ് ടിഷ്യൂകളാണ്. ബോൺ എന്ന് പറഞ്ഞാൽ അസ്ഥിയാണ്. കാർട്ടിലേജ് എന്നാലോ തരുണാസ്ഥി. ഫൈബ്രസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നാരുകല. ബ്ലഡ് നമുക്കറിയാം, രക്തം.
അല്ലേ? ഇവയൊക്കെ പലതരത്തിലുള്ള കണക്റ്റീവ് ടിഷ്യൂകളാണ്, യോജക കലകളാണ്. ഈ ബോണും കാർട്ടിലേജും ഫൈബർ ടിഷ്യൂവും ബ്ലഡും ഒക്കെ എന്താ ചെയ്യുന്നത്? ബോൺ ആൻഡ് കാർട്ടിലേജ് പ്രൊവൈഡ് സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഫിനിറ്റ് ഷേപ്പ് ടു ദ ബോഡി. നമ്മുടെ ശരീരത്തിന് ഒരു താങ്ങ്, സപ്പോർട്ട് കൊടുക്കുന്നു, പ്രൊട്ടക്ഷൻ അഥവാ സംരക്ഷണം കൊടുക്കുന്നു, ആൻഡ് ഡെഫിനിറ്റ് ഷേപ്പ് ടു ദ ബോഡി. നമ്മുടെ ശരീരത്തിന് പ്രത്യേക ആകൃതി ഉണ്ടല്ലോ, ആ ആകൃതി കൊടുക്കുന്നതൊക്കെ ബോണും കാർട്ടിലേജുമാണ്. ഫൈബ്രസ് ടിഷ്യൂ കണക്ട്സ് അതർ ടിഷ്യൂസ്. ഫൈബ്രസ് ടിഷ്യൂ അഥവാ നാരുകല മറ്റു ടിഷ്യൂകളെ ബന്ധിപ്പിക്കുന്നു. ബ്ലഡ് നമുക്കറിയാം, രക്തം ക്യാരീസ് ഔട്ട് ദ കണ്ടക്ഷൻ ഓഫ് ദ മെറ്റീരിയൽസ്. നമുക്ക് നേരത്തെ 7ാം ക്ലാസ്സിലെ സയൻസ് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ്, നമ്മുടെ ശരീരത്തിലെ സെല്ലുകളിലേക്ക് ന്യൂട്രിയൻസ് എത്തിക്കുന്നു, ഓക്സിജൻ എത്തിക്കുന്നു, സെല്ലുകളിൽ നിന്നുള്ള വേസ്റ്റുകൾ കൊണ്ടുപോകുന്നു. ഇതൊക്കെ ബ്ലഡ് ചെയ്യുന്നതാണ്. ക്യാരീസ് ഔട്ട് ദ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മേക്സ് ദ ബോഡി റെസിസ്റ്റൻറ്റ് ടു ദ ഡിസീസ്. നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധം, റെസിസ്റ്റൻസ് ടു ഡിസീസ് നൽകുന്നു. ഇതൊക്കെ ബ്ലഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ബോക്സ് കാണാം, കണക്റ്റീവ് ടിഷ്യൂസ്, യോജക കലകൾ. നമ്മുടെ പുസ്തകത്തിൽ ഇങ്ങനെ ബോക്സിലായി കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. അവയിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ നല്ല സാധ്യതയുണ്ട്. ഇവിടെ ഇതിൽ നടുവിലുള്ള 2 പാരഗ്രാഫുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിലെ മുകളിലെ പാരഗ്രാഫ്, ആസ് ദ നെയിം സജസ്റ്റ് കണക്റ്റീവ് ടിഷ്യൂസ് ബൈൻഡ് അതർ ടിഷ്യൂസ് ടുഗദർ. പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രധാനമായും മറ്റു ടിഷ്യൂകളെ പരസ്പരം യോജിപ്പിക്കുക എന്ന ഫംഗ്ഷനാണ് ഈ കണക്റ്റീവ് ടിഷ്യൂസുകൾ ചെയ്യുന്നത്. ടെൻഡൻസ് ദാറ്റ് കണക്റ്റ് മസിൽസ് ടു ദ ബോൺസ്. എല്ലുകളെ മസിലുകളുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡൻസും, ലിഗമെൻറ്റ്സ് ദാറ്റ് കണക്റ്റ് ബോൺസ് ടുഗദർ. എല്ലുകളെ, ബോൺസിനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ലിഗമെൻറ്റുകളും, ഫൈബ്രസ് ടിഷ്യൂസ് ദാറ്റ് ഹോൾഡ് ഐസ് ആൻഡ് കിഡ്നീസ് ഇൻ പ്രോപ്പർ പ്ലേസ്. കിഡ്നിയെയും കണ്ണിനെയുമൊക്കെ അതിൻ്റേതായ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന ഫൈബ്രസ് ടിഷ്യൂകളുമൊക്കെ ആർ എക്സാമ്പിൾസ് ഫോർ കണക്റ്റീവ് ടിഷ്യൂസ്. ഇവയൊക്കെ കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ ചില ഉദാഹരണങ്ങളാണ്. നേരത്തെ നമ്മൾ പറയാത്ത ചില കാര്യങ്ങളായി പറഞ്ഞിട്ടുള്ളത്. ടെൻഡൻസ്, ലിഗമെൻസ്, അതുപോലെ ഫൈബ്രസ് ടിഷ്യൂസ്, ഇവയൊക്കെ കണക്റ്റീവ് ടിഷ്യൂസാണ്. ഈ ടെൻഡൻസ് എവിടെയാണ് ഉള്ളത്? അത് ബോൺസിനെ മസിൽസുമായിട്ട് ബന്ധിപ്പിക്കുന്നവയാണ്. ലിഗമെൻസ് എന്ത് ചെയ്യുന്നു? 2 ബോൺസിനെ, 2 എല്ലുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് ലിഗമെൻസ്. ഫൈബ്രസ് ടിഷ്യൂസ് എന്ത് ചെയ്യുന്നു? കണ്ണിനെയും കിഡ്നിയെയും ഒക്കെ അതിൻ്റെ പ്രോപ്പർ പ്ലേസിൽ ഉറപ്പിച്ചു നിർത്തുന്നു. ഇവയൊക്കെ കണക്റ്റീവ് ടിഷ്യൂസാണ്. ഇനി ലാസ്റ്റ് പാരഗ്രാഫ് കൂടി നോക്കാം. കണക്റ്റീവ് ടിഷ്യൂസ് ആർ ദ മോസ്റ്റ് ഡൈവേഴ്സ് ആൻഡ് ദ ലാർജസ്റ്റ് ഇൻ നമ്പർ ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും ഡൈവേഴ്സായത് അഥവാ ഏറ്റവും വൈവിധ്യമാർന്നതും ഈ കണക്റ്റീവ് ടിഷ്യൂസാണ്, അഥവാ യോജക കലകളാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ടിഷ്യൂസ് ഏതാണ്? കണക്റ്റീവ് ടിഷ്യൂസാണ്. മലയാളത്തിൽ യോജക കലകൾ എന്ന് പറയും. 2022 ഇത് സംബന്ധമായ ഒരു ചോദ്യം വന്നു. വിച്ച് ടിഷ്യൂസ് ആർ മോസ്റ്റ് ഡൈവേഴ്സ് ആൻഡ് ലാർജസ്റ്റ് ഇൻ നമ്പർ ഇൻ അവർ ബോഡി? നമ്മുടെ ശരീരത്തിൽ ഏതു കലകളാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതും? എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ. നമ്മൾ നേരത്തെ വായിച്ച ആ ബോക്സിലെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിലുള്ള വരിയാണിത്. നമുക്കറിയാമല്ലോ, അതിൻ്റെ ഉത്തരം കണക്റ്റീവ് ടിഷ്യൂ എന്നാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതും കണക്റ്റീവ് ടിഷ്യൂ ആണ്, അഥവാ യോജക കലകളാണ്. 2021 ചോദ്യം, ഐഡൻറ്റിഫൈ ദ ടിഷ്യൂ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് സെൽസ് വിച്ച് ക്യാൻ കോൺട്രാക്ട് ആൻഡ് റീഗെയിൻ ദ ഒറിജിനൽ സ്റ്റേറ്റ്. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന കലയാണ് മസ്കുലാർ ടിഷ്യൂ, പേശീകല, കണക്റ്റീവ് ടിഷ്യൂ, യോജക കല, എപ്പിത്തീലിയൽ ടിഷ്യൂ, ആവരണക്കല, നെർവസ് ടിഷ്യൂ, നാഡീകല. ആൻസർ ഏതാണ്? മസ്കുലാർ ടിഷ്യൂ അഥവാ പേശീകല. 2013 ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ആനിമൽ ടിഷ്യൂ ഫോംസ് ദി ഫ്രെയിംവർക്ക് ഓഫ് ദി എക്സ്റ്റേണൽ ഇയർ? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് തരം കല കൊണ്ടാണ് ബാഹ്യകർണം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്? 1 എപ്പിത്തീലിയൽ ടിഷ്യൂ, 2 കണക്റ്റീവ് ടിഷ്യൂ, 3 മസ്കുലാർ ടിഷ്യൂ, 4 നെർവസ് ടിഷ്യൂ. ആൻസർ
കണക്റ്റീവ് ടിഷ്യൂ. ആനിമൽ ടിഷ്യൂസിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമുക്ക് പറയേണ്ടത് പ്ലാന്റ് ടിഷ്യൂസിനെ കുറിച്ചാണ്. ഇങ്ങനെ ഒരു ചിത്രം നമ്മുടെ പുസ്തകത്തിലുണ്ടല്ലോ. ഈ മരങ്ങൾ നോക്കിയിട്ട് ഈ കുട്ടി ആലോചിക്കുകയാണ്, ഹൗ ഫാസ്റ്റ് ഡസ് ദിസ് ട്രീ ഗ്രോ, വൈ കാണ്ട് ഐ ഗ്രോ ലൈക്ക് ഇറ്റ്. എത്ര വേഗത്തിലാണ് ഈ മരം വളരുന്നത്, ഇതുപോലെ വളരാൻ എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? മനുഷ്യർക്ക് സസ്യങ്ങളെപ്പോലെ ചെടികളെപ്പോലെ വളരെയേറെ വളരുവാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? സസ്യങ്ങളിൽ അഥവാ പ്ലാന്റുകളിൽ അവയുടെ സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും ഒക്കെ ടിപ്പുകളിലാണ് ഗ്രോത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അഥവാ ഒരു സസ്യത്തിൻ്റെ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും ഒക്കെ അഗ്രങ്ങളാണ് വളരുന്നത്. എന്നാൽ ആനിമൽസിൽ അങ്ങനെയല്ല, അവ മൊത്തത്തിലാണ് വളരുന്നത്. അല്ലാതെ അവയുടെ തലയുടെ അഗ്രം മാത്രമല്ല വളരുന്നത്, അല്ലെങ്കിൽ കാലിൻ്റെ അടിഭാഗം മാത്രമല്ല വളരുന്നത്. അവ മൊത്തത്തിലാണ്, ഒരു ജീവി മൊത്തത്തിലാണ് വളരുന്നത്. എന്തുകൊണ്ടാണ് സസ്യത്തിൻ്റെ വളർച്ച, ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്ത് ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ മാത്രം നടക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെയൊക്കെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഉള്ളതുകൊണ്ടാണ്. എന്താണ് ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്? മെരിസ്റ്റമാറ്റിക് സെൽസ് ആർ specific cells seen at the tip of the stem and the root in plants. ചെടികളുടെ വേരുകളുടെയും അവയുടെ സ്റ്റെമ്മിൻ്റെയും ഒക്കെ ടിപ്പുകളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം സെല്ലുകളാണ് മെരിസ്റ്റമാറ്റിക് സെൽസ്. ദേ അണ്ടർഗോ റാപ്പിഡ് ഡിവിഷൻ. അവ പെട്ടെന്ന് തന്നെ വിഭജിക്കപ്പെടും, അഥവാ പെട്ടെന്ന് തന്നെ ഡിവിഷൻ ഉണ്ടാവുക. അവ പെട്ടെന്ന് തന്നെ ഡിവിഷൻ ഉണ്ടായി പുതിയ കോശങ്ങൾ, പുതിയ സെല്ലുകൾ ഉണ്ടാകും. ദിസ് റിസൾട്ട്സ് ഇൻ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ചെടി പെട്ടെന്ന് വളരുകയും ചെയ്യും. അപ്പോൾ ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് റാപ്പിഡ് ഡിവിഷൻ ഉണ്ടാവുന്നു. അവ പെട്ടെന്ന് തന്നെ ആ സെല്ലുകൾ വിഭജിച്ച് പുതിയ സെല്ലുകൾ ഉണ്ടാവുന്നു. അതാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇവയുള്ളത് എവിടെയാണ്? പ്ലാന്റുകളുടെ സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും ഒക്കെ ടിപ്പുകളിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ആ ഭാഗം വളരെ പെട്ടെന്ന് വളരുന്നത്. ഇനി നമുക്കൊരു മെരിസ്റ്റമാറ്റിക് സെല്ലിനെയും ഒരു മെച്ചേർഡ് സെല്ലിനെയും പരസ്പരം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അവ തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്ന് നിരീക്ഷിക്കാം. നമുക്കറിയാം, മെരിസ്റ്റമാറ്റിക് സെൽ എന്നത് പുതിയ സെല്ലുകളാണ്. മെച്ചേർഡ് സെല്ലുകൾ പരിപൂർണ്ണ വളർച്ചയെത്തിയ സെല്ലുകളാണ്. നോക്കൂ നിങ്ങൾ, ഇതിലുള്ള ന്യൂക്ലിയസ് നോക്കൂ നിങ്ങൾ, ഈ മെച്ചേർഡ് സെല്ലിലെ ന്യൂക്ലിയസ്. എന്നാൽ മെരിസ്റ്റമാറ്റിക് സെല്ലിലെ ന്യൂക്ലിയസ് അതിനേക്കാൾ വലുതാണ്. കമ്പാരറ്റീവ്ലി ലാർജ് ന്യൂക്ലിയസ് ആണ്. ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ലാർജാണ്. അപ്പോൾ മെരിസ്റ്റമാറ്റിക് സെല്ലിൻ്റെ ന്യൂക്ലിയസ് കമ്പാരറ്റീവ്ലി ലാർജാണ്. മെച്ചേർഡ് സെല്ലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് വലുതാണ്. പിന്നെ നമുക്കറിയാം, ഒരു പ്ലാന്റ് സെല്ലിന് സെൽ വാൾ ഉണ്ടായിരിക്കും. നോക്കൂ നിങ്ങൾ, ഒരു മെച്ചേർഡ് സെല്ല് നമ്മൾ നോക്കുമ്പോൾ അതിന് പ്രൈമറി വാളുമുണ്ട്, സെക്കൻഡറി വാളുമുണ്ട്. ഈ സെക്കൻഡറി വാൾ തിക്കാണ്, തിക്ക് സെക്കൻഡറി വാൾ അല്ലേ? അതാണ് മെച്ചേർഡ് സെല്ലിൽ. അതൊക്കെ നല്ല കട്ടിയുള്ളതാണ്. കട്ടിയുള്ള സെക്കൻഡറി വാളും പ്രൈമറി വാളും ഒക്കെ ഇതിനുണ്ട്. എന്നാൽ മെരിസ്റ്റമാറ്റിക് സെല്ലിൽ നിങ്ങൾ നോക്കൂ, അവിടെ പ്രൈമറി വാൾ മാത്രമേ ഉള്ളൂ, സെക്കൻഡറി വാൾ ഇല്ല. അതാവട്ടെ പ്രൈമറി വാൾ തന്നെ വളരെ തിന്നാണ്, കട്ടി കുറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ സെൽ വാളിലുള്ള വ്യത്യാസമാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് മൂന്നാമതായിട്ട് സൈറ്റോപ്ലാസം മെച്വേർഡ് സെല്ലിൽ ഉള്ളതിനേക്കാളേറെ മെരിസ്റ്റമാറ്റിക് സെല്ലിലുണ്ട്. അപ്പോൾ 3 വ്യത്യാസങ്ങളാണ് മെരിസ്റ്റമാറ്റിക് സെല്ലും മെച്വേർഡ് സെല്ലും തമ്മിലുള്ളത്. ഒന്ന്, മെരിസ്റ്റമാറ്റിക് സെല്ലിൻ്റെ ന്യൂക്ലിയസ് മറ്റേതിനേക്കാൾ, മെച്വേർഡ് സെല്ലിനേക്കാൾ കമ്പാരറ്റീവ്ലി ലാർജാണ്. രണ്ടാമത്തത് സെൽ വാളിലെ വ്യത്യാസം. സെൽ വാൾ മെച്ചേർഡ് സെല്ലിൽ 2 വാളുണ്ട്, പ്രൈമറി വാളുമുണ്ട്, സെക്കൻഡറി വാളുമുണ്ട്. അത് കട്ടിയുള്ള സെക്കൻഡറി വാളാണ്, തിക്ക് സെക്കൻഡറി വാളാണ് മെച്ചേർഡ് സെല്ലിലുള്ളത്. എന്നാൽ മെരിസ്റ്റമാറ്റിക് സെല്ലിൽ പ്രൈമറി വാൾ മാത്രമേ ഉള്ളൂ, അതാവട്ടെ തിന്നാണ്, കട്ടി കുറഞ്ഞതാണ്. പിന്നീടുള്ളത് സൈറ്റോപ്ലാസം കൂടുതലുണ്ട് എവിടെ? മെരിസ്റ്റമാറ്റിക് സെല്ലിൽ. ഈ മെരിസ്റ്റമാറ്റിക് സെൽസിൽ നിന്നാണ് ഒരു പ്ലാന്റിലെ പലതരം ടിഷ്യൂകൾ ഉണ്ടാവുന്നത്. സസ്യത്തിലെ പലതരം കലകൾ, പ്ലാന്റ് ടിഷ്യൂസ് ഉണ്ടാവുന്നത് മെരിസ്റ്റമാറ്റിക് സെല്ലുകളിൽ നിന്നാണ്. ഏതെല്ലാമാണ് പ്ലാന്റ് ടിഷ്യൂസ്? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലിയറൻകൈമ, സൈലം, ഫ്ലോയം. അതിൻ്റെ ചിത്രം നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നു. കോളൻകൈമ, പാരൻകൈമ, സ്ക്ലിയറൻകൈമ,
ഫ്ലോയം, സൈലം. ഇനി നമുക്ക് ഇവയെക്കുറിച്ചൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. ആദ്യം പാരൻകൈമയെക്കുറിച്ച് പറയാം. കമ്പോസ്ഡ് ഓഫ് സെൽസ് വിത്ത് ദ സിംപ്ലസ്റ്റ് സ്ട്രക്ചർ. ഏറ്റവും ലഘുഘടനയുള്ള സെല്ലുകൾ ചേർന്നിട്ടാണ് പാരൻകൈമ ഉണ്ടാവുന്നത്. കമ്പോസ്ഡ് ഓഫ് സെൽസ് വിത്ത് ദ സിംപ്ലസ്റ്റ് സ്ട്രക്ചർ. സീൻ ഇൻ ദ സോഫ്റ്റ് പാർട്സ് ഓഫ് ദി പ്ലാന്റ്. ഒരു പ്ലാന്റിൻ്റെ, ഒരു സസ്യത്തിൻ്റെ മൃദുവായ ഭാഗങ്ങളിൽ, സോഫ്റ്റായ ഭാഗങ്ങളിലാണ് പാരൻകൈമയെ കാണാൻ കഴിയുക. അവിടെയാണ് പാരൻകൈമ ഉള്ളത്, സോഫ്റ്റായ ഭാഗങ്ങളിൽ. ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ്. ഇത് ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നു. എന്താ ഫോട്ടോസിന്തസിസ്? ചെടികൾ ഭക്ഷണം ഉണ്ടാക്കുന്നു, അല്ലേ? പ്രകാശ സംശ്ലേഷണം എന്ന് മലയാളത്തിൽ പറയും. ഇത് ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നു. ആൻഡ് ദ സ്റ്റോറേജ് ഓഫ് ഫുഡ്. ആഹാരം സംഭരിച്ചു വെക്കാനും സഹായിക്കുന്നു പാരൻകൈമ. അപ്പോൾ 3 കാര്യം ഓർക്കുക. ഒന്ന്, കമ്പോസ്ഡ് ഓഫ് സെൽസ് വിത്ത് സിമ്പിൾ സ്ട്രക്ചർ. ലഘുഘടനയുള്ള സെല്ലുകൾ ചേർന്നിട്ടാണ് ഈ പാരൻകൈമ ഉണ്ടാവുന്നത്. സീൻ ഇൻ ദ സോഫ്റ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ചെടിയുടെ സോഫ്റ്റായ ഭാഗങ്ങളിലാണ് ഇതുണ്ടാവുക. ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ്. ഇനി കോളൻ കൈമയെക്കുറിച്ച് പറയാം. കമ്പോസ്ഡ് ഓഫ് സെൽസ് that are thick only at the corners of the cell wall. സെൽ വാളിൻ്റെ കോർണറുകളിൽ മാത്രം കട്ടി കൂടിയ തരം സെല്ലുകൾ ചേർന്നതാണ് കോളൻ കൈമ. കമ്പോസ്ഡ് ഓഫ് സെൽസ് ദാറ്റ് ആർ തിക്ക് ഓൺലി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ സെൽ വാൾ. അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. കമ്പോസ്ഡ് ഓഫ് ദ സെൽസ് ദാറ്റ് ആർ തിക്ക് ഓൺലി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ സെൽ വാൾ. സെൽ വാളിൻ്റെ കോർണറുകളിൽ മാത്രം കട്ടി കൂടിയ കോശങ്ങൾ ചേർന്നതാണ് കോളൻ കൈമ. സെൽവാളിൻ്റെ കോർണറുകളിൽ മാത്രം കട്ടി കൂടിയ, അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. പ്രൊവൈഡ്സ് ഫ്ലെക്സിബിലിറ്റി. ഈ കോളൻ കൈമ സസ്യങ്ങൾക്ക് വഴക്കം അഥവാ ഫ്ലെക്സിബിലിറ്റി നൽകുന്നു. ആൻഡ് സപ്പോർട്ട്, താങ്ങും നൽകുന്നു ടു പ്ലാന്റ് പാർട്സ്. ഈ സസ്യത്തിൻ്റെ ഭാഗങ്ങൾക്കൊക്കെ ഫ്ലെക്സിബിലിറ്റിയും സപ്പോർട്ടും നൽകുന്നു കോളൻ കൈമ. ഇനി സ്ക്ലിയറൻ കൈമ. കമ്പോസ്ഡ് ഓഫ് സെൽസ് that are uniformly thick all over the cell wall. കോശഭിത്തിയുടെ അഥവാ സെൽ വാളിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേപോലെ യൂണിഫോമിലി തിക്കായിട്ടുള്ള അത്തരം സെല്ലുകൾ ചേർന്നാണ് സ്ക്ലിയറൻ കൈമ ഉണ്ടായിട്ടുള്ളത്. സ്ക്ലിയറൻ കൈമയും കോളൻ കൈമയും തമ്മിലുള്ള ആ വ്യത്യാസം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തിക്ക് ഓൺലി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ സെൽ വാൾ എന്നാണ് കോളൻ കൈമയെക്കുറിച്ച് പറഞ്ഞത്. കോർണറുകളിൽ മാത്രം തിക്കായിട്ടുള്ള, സെൽവാളിൻ്റെ കോർണറുകളിൽ മാത്രം തിക്കായിട്ടുള്ള എന്ന് അത് കാര്യം നോട്ട് ചെയ്യുക. സ്ക്ലിയറൻ കൈമ അങ്ങനെയല്ല, യൂണിഫോംലി തിക്ക് ഓൾ ഓവർ ദ സെൽവാൾ. സെൽവാളിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ കോശങ്ങൾ ചേർന്നതാണ് സ്ക്ലിയറൻ കൈമ. പ്രൊവൈഡ്സ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു ദ പ്ലാന്റ്സ്. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു സ്ക്ലിയറൻ കൈമ. 2016 ഇത് സംബന്ധമായ ചോദ്യം വന്നു. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് കോളൻ കൈമ? കോളൻ കൈമയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? യൂണിഫോംലി തിക്ക് ഓൾ ഓവർ ദ സെൽ വാൾ, അതാണോ? അല്ല, അത് സ്ക്ലിയറൻ കൈമയാണ്. കോർണേഴ്സ് ഓഫ് ദ സെൽ വാൾ ആർ തിക്കൻഡ്, അല്ലേ? സെൽവാളിൻ്റെ കോർണറുകളൊക്കെ കട്ടി കൂടിയതാണ്, അതാണ് ശരി. അതാണ് കോളൻ കൈമയെക്കുറിച്ചുള്ള ശരി. ഫൗണ്ട് ഇൻ സോഫ്റ്റ് പ്ലാന്റ് പാർട്സ്, ഹെൽപ്സ് ഇൻ സ്റ്റോറേജ് ഓഫ് ഫുഡ്. ഇത് രണ്ടും പാരൻ കൈമയുടെ പ്രത്യേകതയാണ്, അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരമായിട്ടുള്ളത് ഇതാണ്. കോർണേഴ്സ് ഓഫ് ദ സെൽ വാൾ ആർ തിക്കൻഡ്. 2018 വന്ന ഒരു ചോദ്യം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡെഡ് സെൽ? ചുവടെ നൽകിയിരിക്കുന്നവയിൽ മൃതകോശം ഏതാണ്? മരിച്ച സെല്ല് ഏതാണ് എന്നാണ് ചോദ്യം. പാരൻ കൈമ, സ്ക്ലിയറൻ കൈമ, കോളൻ കൈമ, ക്ലോറൻ കൈമ. ഏതാണ് ഉത്തരം? നമ്മുടെ പുസ്തകത്തിൽ ആ വിവരം നമ്മൾ പഠിച്ചിട്ടില്ല. എങ്കിലും 2018 അങ്ങനെ ചോദ്യം വന്ന സ്ഥിതിക്ക് നമ്മൾ മനസ്സിലാക്കുക, സ്ക്ലിയറൻ കൈമയാണ് ഉത്തരം. മെച്വർ സ്ക്ലിയറൻ കൈമ സെൽസ് ആർ യൂഷ്വലി ഡെഡ് സെൽസ് എന്നാണ്. അതായത് മെച്വേർഡ് ആയിട്ടുള്ള സ്ക്ലിയറൻ കൈമ സെല്ലുകളൊക്കെ സാധാരണഗതിയിൽ ഡെഡ് സെൽസ് ആയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇവിടെ സ്ക്ലിയറൻ കൈമ എന്നതാണ് അതിൻ്റെ ഉത്തരം. നമ്മളെ പുസ്തകത്തിൽ അതില്ലെങ്കിലും ചോദ്യം വന്ന സ്ഥിതിക്ക് നമ്മളത് മനസ്സിലാക്കി വെക്കും. വാസ്കുലാർ ടിഷ്യൂസ്, മലയാളത്തിൽ അതിന് സംവഹന കലകൾ എന്ന് പറയും. നമുക്കെല്ലാവർക്കും അറിയാം, സസ്യങ്ങളിൽ അവയുടെ റൂട്ടുകൾ അഥവാ അവയുടെ വേരുകൾ വാട്ടറും മിനറൽസുമൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട്.
ഇവയൊക്കെ ഇലകളിൽ എത്തിക്കണം. കാരണം അവിടെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്, അഥവാ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഈ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഈ പ്ലാന്റിൻ്റെ, ഈ ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തിക്കുകയും വേണം. ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി, അഥവാ വേര് വലിച്ചെടുക്കുന്ന വാട്ടറും മിനറൽസും ഇലകളിൽ എത്തിക്കുന്നതിനും ഇലകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഈ സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ എത്തിക്കുന്നതിനും അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ടിഷ്യൂകളാണ് വാസ്കുലാർ ടിഷ്യൂസ് അഥവാ സംവഹന കലകൾ. ദേ ആർ കാൾഡ് കോംപ്ലക്സ് ടിഷ്യൂസ്. ഈ വാസ്കുലാർ ടിഷ്യൂസിനെ കോംപ്ലക്സ് ടിഷ്യൂസ് എന്നും വിളിക്കുന്നുണ്ട്. കാരണം ബിക്കോസ് ദേ ആർ ഫോംഡ് ഫ്രം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ്. ഇവ പല തരത്തിലുള്ള സെല്ലുകൾ ചേർന്നുകൊണ്ട്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് ചേർന്നുകൊണ്ടാണ് വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇവയെ കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരേ തരത്തിലുള്ള സെല്ലുകൾ ചേർന്നിട്ടാണ് ടിഷ്യൂകൾ ഉണ്ടാവുന്നത് എന്ന്. എന്നാൽ വാസ്കുലാർ ടിഷ്യൂസ് അങ്ങനെയല്ല. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് ചേർന്നുകൊണ്ടാണ് വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അവയെ കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത്. The two types of complex tissues found in plants are xylem and phloem. രണ്ട് തരത്തിലുള്ള ഇത്തരം കോംപ്ലക്സ് ടിഷ്യൂസ് അഥവാ വാസ്കുലാർ ടിഷ്യൂസ് പ്ലാന്റ്സുകളിൽ നമുക്ക് കാണാം. ഒന്ന് സൈലം, രണ്ടാമത്തത് ഫ്ലോയം. ആദ്യം നമുക്ക് സൈലത്തെക്കുറിച്ച് പറയാം. ട്യൂബ്സ് ഫോംഡ് ഫ്രം എലോങ്ങേറ്റഡ് സെൽസ്. നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായിട്ട് രൂപപ്പെട്ടിരിക്കുന്നു. അതാണ് അതിൻ്റെ രൂപം. ട്രാൻസ്പോർട്ട്സ് വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട്സ് ടു ദ ലീവ്സ്. വേര് ആഗിരണം ചെയ്യുന്ന വാട്ടറും അതുപോലെ മിനറൽസുമൊക്കെ ഇലകളിൽ എത്തിക്കുന്നു, ലീവ്സിൽ എത്തിക്കുക എന്നതാണ് സൈലത്തിൻ്റെ പണി. വേരിൽ നിന്ന് വാട്ടറും മിനറൽസും ഇലകളിൽ എത്തിക്കുക, അതാണ് സൈലത്തിൻ്റെ ജോലി. ഹാസ് തിക്ക് സെൽ വാൾസ്. ഇവക്ക് കട്ടിയുള്ള സെൽ വാൾസ് അഥവാ കോശഭിത്തികളുണ്ട്. ആൻഡ് ദെർഫോർ അതുകൊണ്ട് പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് ടു ദ പ്ലാന്റ്. ചെടിക്ക് അത് താങ്ങും ബലവും നൽകുന്നു. നല്ല തിക്കായിട്ടുള്ള സെൽവാൾ ഉള്ളത് കൊണ്ട് ചെടിക്ക് അത് സപ്പോർട്ട് അതുപോലെ സ്ട്രെങ്ത്തും ഒക്കെ നൽകുന്നു. അപ്പോൾ എന്താണ് സൈലത്തിൻ്റെ പണി? എന്താണ്? വേര് വലിച്ചെടുക്കുന്ന വാട്ടറും മിനറൽസും ഇലകളിൽ എത്തിക്കുക എന്നതാണ് സൈലത്തിൻ്റെ പണി. ഇനി ഫ്ലോയം, കമ്പോസ്ഡ് ഓഫ് ട്യൂബുലാർ ഇൻ്റർ കണക്റ്റഡ് സെൽസ്. കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നാണ് ഫ്ലോയം ഉണ്ടായിട്ടുള്ളത്. കമ്പോസ്ഡ് ഓഫ് ട്യൂബുലാർ ഇൻ്റർ കണക്റ്റഡ് സെൽസ്. ട്രാൻസ്പോർട്ട്സ് ഫുഡ് സിന്തസൈസ്ഡ് ഇൻ ദ ലീവ്സ് ടു വേരിയസ് പാർട്സ് ഓഫ് ദി പ്ലാന്റ് ബോഡി. ഇലകളിൽ തയ്യാറാക്കിയ ഫുഡ് ആ സസ്യത്തിൻ്റെ, ആ പ്ലാന്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുക എന്നതാണ് ഫ്ലോയത്തിൻ്റെ ജോലി. ട്രാൻസ്പോർട്ട്സ് ഫുഡ് സിന്തസൈസ്ഡ് ഇൻ ദി ലീവ്സ് ടു വേരിയസ് പാർട്സ് ഓഫ് ദി പ്ലാന്റ് ബോഡി. എന്താണ് സൈലവും ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലായല്ലോ. സൈലം വേരിൽ നിന്ന് ഇലകളിലേക്ക് വാട്ടറും മിനറൽസും എത്തിക്കുന്നു. ഫ്ലോയം ഈ ഇലകളിൽ ഉണ്ടാക്കുന്ന ഫുഡിനെ ഈ പ്ലാന്റിൻ്റെ പല പാർട്ടുകളിലേക്ക്, പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. അതാണ് ഫ്ലോയത്തിൻ്റെ പണി. 2017 ചോദ്യം, ദ വെയിൻസ് പ്രസൻറ്റ് ഇൻ ലീവ്സ് ആർ. ഇലകളിൽ കാണുന്ന സിരകൾ. ഒരു ഇല എടുത്താൽ അതിൻ്റെ പുറത്ത് നമ്മൾ കാണുന്ന ഞരമ്പ് പോലുള്ളവയുണ്ടല്ലോ, അവയെക്കുറിച്ചാണ് ചോദ്യം. ആ വെയിൻസ് എന്താണ്? സിമ്പിൾ ടിഷ്യൂ, കോളൻ കൈമ, പാരൻ കൈമ, വാസ്കുലാർ ടിഷ്യൂ. ഏതാണ് ഉത്തരം? വാസ്കുലാർ ടിഷ്യൂ ആണത്. അഥവാ സൈലവും ഫ്ലോയവും ഒക്കെയാണ് നമ്മൾ ആ കാണുന്നത്. 2014 ചോദ്യം, മാച്ച് ദ ഫോളോയിങ്. കോളം എ, കോളം ബി. എ, കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. ജലത്തിൻ്റെയും ലവണങ്ങളുടെയും സംവഹനം അഥവാ വേരിൽ നിന്ന് വാട്ടറും മിനറൽസുമൊക്കെ ഇലകളിൽ എത്തിക്കുന്നു. അതാരാ ചെയ്യുന്നത് ഈ കൂട്ടത്തിൽ? സൈലമാണ്, നമുക്കറിയാം. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ് ഫ്രം ലീവ്സ്. ഇലകളിൽ നിന്നുള്ള ആഹാരത്തിൻ്റെ സംവഹനം. ഇലകളിൽ നിന്ന് ആഹാരം ആ ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്നു. അതേതാണ്? അത് ഫ്ലോയമാണ്. പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത്. പിന്നെ ഫുഡ് സ്റ്റോറേജ്. ഫുഡ് സ്റ്റോറേജ് ആരാ ചെയ്യുന്നത്? അത് പാരൻ കൈമയാണ്, പാരൻ കൈമ. പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് അത് സ്ക്ലിയറൻ കൈമ. ഓക്കെ, അപ്പോൾ അത് ഇവിടെ അത് ഈ പറഞ്ഞതെല്ലാം ഏതിലാണെന്ന് നോക്കിയിട്ട് ടിക്ക് ചെയ്താൽ മതി. 2017 ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്. തന്നിരിക്കുന്ന ജോഡികളിൽ ശരിയായി യോജിച്ചിട്ടുള്ളത് ഏതാണ്? സൈലം, ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ്,
ഫ്ലോയം ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ. ഇതിലേതാ ശരി? നേരെ തിരിച്ചാണല്ലേ. സൈലം ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടറാണ്, ഫ്ലോയം ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡാണ്. സ്ക്ലിയറൻ കൈമ സ്റ്റോറേജ് ഓഫ് സ്റ്റാർച്ച്, തെറ്റാണ്. മെരിസ്റ്റം ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ്, മെരിസ്റ്റമാറ്റിക് സെല്ലുകൾ അല്ലേ, വളരെ പെട്ടെന്ന് തന്നെ ഡിവൈഡ് ചെയ്യുന്നവയാണ്. വിഭജനക്ഷമതയുള്ള കോശങ്ങളാണ്. വളരെ പെട്ടെന്ന് അവ ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് പെട്ടെന്ന് വളരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ചെടികളുടെ വളർച്ചയുടെ പ്രധാന കാരണം അതാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്, ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ പോയിൻ്റാണ് പറയാനുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞു സെല്ലുകൾ ചേർന്നുകൊണ്ടാണ് ടിഷ്യൂകൾ ഉണ്ടാകുന്നത്. ഈ ടിഷ്യൂകൾ ചേർന്നാൽ എന്തുണ്ടാകും? ടിഷ്യൂകൾ ചേർന്നാൽ ഓർഗൻസാണ് ഉണ്ടാവുക. ഇവിടെ നിങ്ങൾ നോക്കൂ, പലതരത്തിലുള്ള ടിഷ്യൂകളാണ്. ഇവ ചേർന്നുകൊണ്ട് സ്റ്റൊമക്ക് എന്ന ഓർഗൻ ഉണ്ടാകുന്നു, അതുപോലെ ഇൻറ്റസ്റ്റൈൻ എന്ന ഓർഗൻ ഉണ്ടാകുന്നു. ഇങ്ങനെ ടിഷ്യൂകൾ ചേർന്ന് ഓർഗൻസ് ഉണ്ടാകും. ഓർഗൻസ് ചേർന്നാൽ എന്തുണ്ടാകും? ഓർഗൻ സിസ്റ്റംസ് ഉണ്ടാകും. ഓർഗൻ സിസ്റ്റംസ് ഇവിടെ നോക്കൂ നിങ്ങൾ, പല ഓർഗൻസും ചേർന്നുകൊണ്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടായതാണ് നമ്മൾ കാണുന്നത്. ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഏതെല്ലാം ഓർഗൻസ് ഉണ്ട്? നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒന്ന് മൗത്തുണ്ട്, പിന്നെ ഈസോഫാഗസ് ഉണ്ട്, പിന്നെ സ്റ്റൊമക്ക് ഉണ്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ഇവയൊക്കെ ചേർന്നുകൊണ്ടാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ ചുരുക്കം ഇതാണ്: സെല്ലുകൾ ചേർന്ന് ടിഷ്യൂകൾ ഉണ്ടാകുന്നു, ടിഷ്യൂകൾ ചേർന്ന് ഓർഗൻസ് ഉണ്ടാകുന്നു, ഓർഗൻസ് ചേർന്ന് ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നു. നമ്മുടെ ഈ ചാപ്റ്റർ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.